ഇപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണും. മുരളീധരൻ റെഡിയായി കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു. കൃഷ്ണദാസും MT രമേശും സന്ദർഭം നോക്കി ആഞ്ഞടിച്ചു. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല സഹോദരന്മാരെ. രാവിലെ തന്നെ വേറെ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് നിങ്ങൾ ഈ 3 ദിവസമായിട്ട് ഈ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മാധ്യമങ്ങൾ നിരാശരാവേണ്ടി വരും. നിങ്ങൾ വൈകുന്നേരം ഈ യോഗം കഴിഞ്ഞിട്ട് വരിക. ഇന്നത്തെ യോഗം എന്ന് പറയുന്നത് സജീവാംഗത്വത്തെക്കുറിച്ചും പ്രാഥമിക അംഗത്വത്തെക്കുറിച്ചും മാത്രമുള്ള ചർച്ചയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വിടുന്നത്? 15 കൊല്ലമായി ദില്ലിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ V മുരളീധരൻ രാജ്യസഭാംഗത്വം നഷ്ടമായതിനെ തുടർന്ന് കേരള അധ്യക്ഷ പദവി പിടിക്കാൻ ശ്രമിക്കുന്നു. എന്തെങ്കിലും ഒരു അടിസ്ഥാനം നിങ്ങൾ പറയുന്നതിലുണ്ടോ? ഈ രീതിയിലുള്ള ചവറ് വാർത്തകളുമായിട്ടാണ് രാവിലെ തന്നെ നിങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളെ പാർട്ടിയിൽ എന്താണ് ഒരു ചവറ് ഇതിന് ചവറ് വാർത്തകളുമായിട്ടാണ് നിങ്ങൾ 3 ദിവസമായിട്ട്. നിങ്ങൾ മഹാരാഷ്ട്രയിലെ, ഞാൻ പറയട്ടെ, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 15 സീറ്റാണ്. നിങ്ങൾ ഒരക്ഷരം ചർച്ച ചെയ്യുന്നില്ല. പറയട്ടെ സഹോദര, ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റമ്പി, നിങ്ങൾ ഒരക്ഷരം ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് ഇവിടുത്തെ? നിങ്ങൾ വേറെ ജോലി ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഞങ്ങളെ ചർച്ച ചെയ്യും. നിങ്ങൾ ബാക്കിയൊന്നും നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ. നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. മാധ്യമ പ്രവർത്തകരോട് ചെവിയിൽ നുള്ളിക്കോ എന്ന വെല്ലുവിളിയാണ് കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. BJP എന്താണെന്നറിയാത്തവരാണ് കഴിഞ്ഞ 3 ദിവസമായി വാർത്തകൾ പടച്ചുവിടുന്നത് എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു വാർത്തയും ഉണ്ടാകില്ല എന്നാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം. ഇന്നത്തെ നേതൃയോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയപ്പോഴാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം വന്നിരിക്കുന്നത്.